നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളെക്കുറിച്ചും അവിടുത്തെ കാർഷിക പ്രത്യേകതകളെക്കുറിച്ചുമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ഏറെയും തനതിടത്ത് രൂപപ്പെട്ടവയാണ്. ഇവിടെ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് എന്നിങ്ങനെ തിരിക്കാം. കറുത്ത മണ്ണ് എന്താണെന്ന് നോക്കാം. ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനമാണിത്. ഡെക്കാൻ പീഠഭൂമിയിലെ ബസൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നവയാണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ, പ്രധാനമായും കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായും കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ചെർണോസം എന്നീ പേരുകളിലും ഈ മണ്ണ് അറിയപ്പെടുന്നു. നെക്സ്റ്റ് ചെമ്മണ്ണ് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. മണ്ണിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് പ്രധാനപ്പെട്ട കാരണം. പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ലാറ്ററൈറ്റ് മണ്ണ് നോക്കാം. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൾ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ, സത്പുര നിരകൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പൊതുവെ ഫലപുഷ്ടി കുറഞ്ഞ ഈ മണ്ണിനും കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നു. പർവ്വതമണ്ണ്. ദക്ഷിണേന്ത്യയിൽ പർവ്വതമണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവഘട്ട മലനിരകളിലാണ്. കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖലാ പയവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വതമണ്ണ് അനുയോജ്യമാണ്. സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിക്ക് അനുയോജ്യമല്ലെങ്കിലും നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില തുടങ്ങിയ വിളകളും തോട്ടവിളകളായ കാപ്പി, തേയില എന്നിവയും പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷി നോക്കാം. ഉയർച്ച താഴ്ചകളുള്ള ഭൂപ്രകൃതി, നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ്ണ്, ചെങ്കുത്തായ ചെരിവുകൾ, മേൽമണ്ണിൻ്റെ കനക്കുറവ്, ഇടയ്ക്കിടയ്ക്കുള്ള കുന്നുകൾ തുടങ്ങിയ കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ മാത്രമേ കൃഷി സാധ്യമാകൂ. പശ്ചിമഘട്ട മലനിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം. നീലഗിരി മേഖലയിൽ തേയില, കാപ്പി തുടങ്ങിയവയുടെ തോട്ടങ്ങൾ വ്യാപകമാണ്. എന്നാൽ മലഞ്ചെരുവുകൾ തട്ടുകളാക്കി നെൽകൃഷി അടക്കം ഇവിടെ സാധ്യമാക്കുന്നുണ്ട്. കാപ്പി. കർണാടകമാണ് ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം. കാപ്പി കൃഷിയുടെ ഏകദേശം 59% കാപ്പി ഉൽപാദനത്തിൻ്റെ ഏകദേശം 71% കർണാടകത്തിൽ നിന്നാണ്. ഉൽപാദനത്തിൽ ഏകദേശം 22% കേരളമാണ് രണ്ടാം സ്ഥാനത്ത്. അറബിക്ക, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള മുന്തിയ തരം കാപ്പി ഇനങ്ങളാണ് മുഖ്യമായും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. നെക്സ്റ്റ് തേയില. പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായും തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട നിലയുമാണ്. ഇന്ത്യയുടെ ആകെ ഉൽപാദനത്തിൻ്റെ 25% തോട്ടവിസ്തൃതിയുടെ 44% ഈ മേഖലയിലാണ്. കരിമ്പ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളതെങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശമാണ്. ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാ മണ്ണ്, ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും. ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ് അംശം.
പരുത്തി ഒരു ഖാരിഫ് വിളയാണെങ്കിലും ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് മാസങ്ങളിലായി വിളവെടുപ്പ് നടത്തുന്നു. കാരണം വളർച്ചയുടെ 7 മാസത്തോളം മഞ്ഞ് ഉണ്ടാകാൻ പാടില്ല പരുത്തി കൃഷിക്ക്. 21 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 50 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവുമാണ് പരുത്തി കൃഷിക്ക് ആവശ്യം. എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സഹായത്തോടെ പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്. ഡെക്കാൻ മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. രാജ്യത്ത് പരുത്തി ഉൽപാദനത്തിൽ 1ാം സ്ഥാനം ഗുജറാത്തിനാണ്. മഹാരാഷ്ട്രയാണ് 2ാം സ്ഥാനത്ത്. ധാതുക്കളുടെ കലവറ. നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നതെന്ന്. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാരാളം ലോഹ ധാതുക്കളാൽ സമൃദ്ധമാണിവിടം. ധാതുവിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയെ വിവിധ ധാതുമേഖലകളായി തരംതിരിക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം ഏറ്റവും വലിയ ധാതുമേഖലയാണ് ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നു. കൽക്കരി, ഇരുമ്പ്, മാംഗനീസ്, അഭ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഖനനം ചെയ്യപ്പെടുന്നു. ഇനി മധ്യമേഖല. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മധ്യമേഖലയിൽ മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, കൽക്കരി, അഭ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് തുടങ്ങിയവ സുലഭമാണ്. ദക്ഷിണ മേഖല. കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിൻ്റെ ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഈ മേഖലയിൽ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കൾ കാണപ്പെടുന്നു. തെക്കു പടിഞ്ഞാറൻ മേഖല നോക്കാം. പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്ന ഈ മേഖലയിൽ ഇരുമ്പയിര്, കളിമണ്ണ്, സ്വർണം തുടങ്ങിയവ ധാരാളമായി കാണപ്പെടുന്നു. വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്ക് പോയാൽ രാജസ്ഥാനിലെ ആരവല്ലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിൻ്റെ ഭാഗങ്ങളും ചെമ്പ്, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവ സമ്പന്നമാണ്. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.